നിയമസഭയിൽ സ്പീക്കറുടെ കഷ്ടപ്പാടിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നിരാഹാര സത്യാഗ്രഹ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ചെന്നിത്തലയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രകടനത്തിനിടെ സ്പീക്കറാണ് ശരിക്കും വെള്ളം കുടിച്ചത്. ആദ്യഘട്ടം കഴിഞ്ഞ്, അതായത് ചോദ്യോത്തരവേള കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ എത്തിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം ആവർത്തിച്ചു തുടങ്ങി. അത് നിയന്ത്രിക്കാൻ പോയ സ്പീക്കർക്കിട്ട് ചെന്നിത്തല തിരിച്ചടിച്ചു. സഭ നടത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരു ചട്ടം. എന്ത് ഏത് ചട്ടത്തിലാണ് സമാധാനം കേക്ക്? ഏത് കാര്യം പറയല്ലേ? അങ്ങ് ഏത് ചട്ടപ്രകാരം നിയന്ത്രിക്കണ്ടേ? ഏത് ചട്ടപ്രകാരമാണ് അവരെ നിയന്ത്രിക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. ഇനി ചെന്നിത്തലയുടെ വാക്ക് കേട്ട് സഭയൊന്ന് നിർത്തിവയ്ക്കാൻ പോയാൽ എന്താകും സ്ഥിതി? അങ്ങനെ സഭ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഭരണപക്ഷത്തു നിന്നും ഇടികിട്ടി തുടങ്ങി. AK ബാലൻ വക. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കണം, അങ്ങയുടെ അനുയായികൾ നടുത്തളത്തിൽ വന്നിരിക്കുകയാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. യെസ് സഭാ നടപടികൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ ഡിബേറ്റിന്റെ ചർച്ച നടക്കും. അസാധാരണ സാഹചര്യം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് തിരുവഞ്ചൂരിനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്. തിരുവഞ്ചൂർ സംസാരിക്കണം. തിരുവഞ്ചൂർ സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒടുവിൽ ബാലന്റെയും ചെന്നിത്തലയുടെയും ഇടയിൽ നട്ടം തിരിഞ്ഞ സ്പീക്കറോടുകൂടിയുള്ള പ്രതിഷേധമായി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. 3 പേരുടെ നിരാഹാര സത്യാഗ്രഹവും 2 ലീഗുകാരുടെ വെറും സത്യാഗ്രഹവും. ഹൈബീഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ 3 MLA-മാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. KM ഷാജി, N ഷംസുദ്ദീൻ എന്നീ 2 മുസ്ലിം ലീഗിന്റെ MLA-മാർ സത്യാഗ്രഹം അനുഷ്ഠിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും പിണറായിയോടൊരു അനുഭാവമുണ്ടെന്ന ആരോപണമാണ് എങ്ങും. അവർ സത്യാഗ്രഹം മാത്രമായി പോയത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് MLA-മാർ നിരാഹാരം കിടക്കാറില്ല ഒരു ഘട്ടത്തിലും, ഇപ്പോഴല്ല പണ്ട് കാലത്തും. അതുകൊണ്ടാണ് അവർ അനുഭാവ സത്യാഗ്രഹം പ്രകടിപ്പിച്ചത്. വിശ്വാസത്തിന്റെ കാര്യമായതുകൊണ്ട് തൽക്കാലത്തേക്ക് ലീഗുകാരെ വെറുതെ വിടാം. എന്നാൽ നിരാഹാരത്തിന്റെ വേദിയിലേക്ക് പഴയ സ്നേഹവുമായി മാണി പതിയെ കടന്നു വന്നിട്ടുണ്ട്. മാണിയെ ചെന്നിത്തല രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് സുധാകര വാദം. പണി നോക്കെന്ന് പറഞ്ഞാൽ ഏത് പണി?